നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം. മിഹിറിന്റെ മരണത്തിൽ ജെംസ് മോഡേൺ അക്കാദമി വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ബിനു അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മിഹിർ സ്കൂൾ മാറിയത് വൈസ് പ്രിൻസിപ്പാളുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു റിമാൻഡിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നെയ്യാറ്റിൻകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് നടപടി. കുട്ടിയെ കൊന്ന കേസിൽ പ്രതി ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ തമിഴ്നാട്ടിലെ മന്ത്രവാദിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. പ്രതിയും അമ്മാവനുമായ ഹരികുമാർ ശുചീന്ദ്രത്ത് പോയിരുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം. ആഭിചാര കൊലപാതകത്തിന്റെ സാധ്യതയും പരിശോധിക്കും. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു 2ാം വിവാഹം ചെയ്തെന്ന വിവരത്തിലും അന്വേഷണം. ജോൽസിൻ ശംഖുമുഖം ദേവിദാസിന്റെ വെളിപ്പെടുത്തലിലാണ് അന്വേഷണം നടക്കുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാരനെയാണ് വിവാഹം ചെയ്തതെന്നും വിവാഹമോചിതയാകാതെയാണ് 2ാം വിവാഹമെന്നും ശ്രീതു പറഞ്ഞെന്ന് ദേവിദാസിന്റെ മൊഴി. പോലീസിൽ തുടക്കത്തിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുന്നതായി ബാലരാമപുരത്തെ നാട്ടുകാർ. കൊലപാതകത്തിൽ പ്രതി ഹരികുമാർ മാത്രമായിരിക്കില്ല എന്നും അമ്മ ശ്രീതുവിന്റെ പങ്ക് വ്യക്തമാക്കണമെന്നും ആവശ്യം. കേസിൽ വ്യക്തത വരുത്താതെ ഹരികുമാറിനെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസെന്നും ആരോപണം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് പ്രബിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് വാഹിദിന് നിയമമനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് ഷഹാനയുടെ കുടുംബം. നിറത്തിന്റെ പേരിൽ ഷഹാന വലിയ തോതിൽ അപമാനിക്കപ്പെട്ടിരുന്നു. മറ്റൊരാൾക്ക് ഇനി ഇതേപോലെ ഉണ്ടാകരുതെന്നും ഷഹാനയുടെ കുടുംബം ന്യൂസ് 18നോട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് ചൊവ്വാഴ്ച. പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആവശ്യപ്പെടുന്നത് 2 ദിവസത്തെ കസ്റ്റഡി. തെളിവെടുപ്പിന് വൻ സുരക്ഷാ സന്നാഹം. സുരക്ഷയ്ക്കായി ഡ്രോൺ നിരീക്ഷണവും. ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന വിട്ട സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ആലപ്പുഴയിൽ മകൻ കൊലപ്പെടുത്തിയ വൃദ്ധ മാതാപിതാക്കളുടെ മൃതദേഹം സംസ്കരിച്ചു. വീടിന് സമീപത്തായി ഒറ്റച്ചിതയൊരുക്കിയാണ് 2 പേരെയും സംസ്കരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ കൊലപ്പെടുത്തിയത്. എം മുകേഷ് MLAക്കെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് കുറ്റപത്രം. പരാതിക്കാരിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകൾ. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT. എം മുകേഷ് MLAക്കെതിരായ കുറ്റപത്രത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി. മുകേഷിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും മുകേഷ് MLA സ്ഥാനത്ത് തുടരുമെന്നും MV ഗോവിന്ദൻ. എം മുകേഷിനെതിരായ കുറ്റപത്രത്തിൽ പ്രതികരിച്ച് EP ജയരാജനും പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്ന് ജയരാജൻ. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം PP ദിവ്യയുടെ പരാമർശം തന്നെയെന്ന് MV ജയരാജൻ. ADMന്റെ മരണത്തിലേക്ക് നയിച്ചത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമാണെന്നത് സത്യമാണ്. അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറഞ്ഞതെന്നും MV ജയരാജൻ. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഗോത്രവിഭാഗ മന്ത്രാലയത്തിന് ഉന്നത കുലജാതനായ മന്ത്രി വേണമെന്നും എങ്കിലേ ഗോത്രവിഭാഗത്തിന് പുരോഗതി ഉണ്ടാകൂ എന്നും പരാമർശം. ഗോത്രവകുപ്പ് മന്ത്രിയാകണമെന്നത് തന്റെ മോഹമാണ്. പ്രധാനമന്ത്രിയോട് പലതവണ ഇക്കാര്യം അപേക്ഷിച്ചിരുന്നു.
ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവർ മുന്നോക്ക ജാതിയുടെ ഉന്നമനത്തിനുള്ള മന്ത്രിയാകണമെന്നും സുരേഷ് ഗോപി. വിമർശനമുയർന്നതോടെ പ്രസ്താവന പിൻവലിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മന്ത്രി എം.പി. രാജേഷിന്റെ മറുപടി. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലായി പോയതിന്റെ ശിക്ഷയാണ് കേരളം അനുഭവിക്കുന്നതെന്ന് ജോർജ് കുര്യൻ. തന്നെ കേരളം മുമ്പിലായത് ബി.ജെ.പിയും അവരുടെ രാഷ്ട്രീയവും ഇവിടെ വേര് പിടിക്കാത്തതുകൊണ്ടാണെന്നും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും എം.പി. രാജേഷ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ. മുഖ്യമന്ത്രി ആരാകണമെന്നത് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല. ഇടത് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഇരു നേതാക്കളുടെയും ഇടപെടൽ അനിവാര്യമാണെന്നും ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സുധാകരൻ. കെ.എസ്.യു. പ്രവർത്തകർക്കെതിരായ ആക്രമണം തുടർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ. താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതുവരെ അവരെ സംരക്ഷിക്കാനാണ്. സംയമനത്തിന്റെ പാതയിൽ പ്രശ്നം ശാന്തമാകുന്നില്ലെങ്കിൽ പിന്നെ പ്രതിരോധിക്കുക മാത്രമാണ് ഏക മാർഗമെന്നും കെ. സുധാകരൻ. കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന് പ്രചാരണം നടത്തിയവരോട് ഫോണിൽ വിളിച്ച് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചെന്ന് കെ. സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റേതാകും അന്തിമ തീരുമാനം. പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. പുനഃസംഘടന വൈകാതെ പൂർത്തിയാകുമെന്നും സുധാകരൻ. ദേശീയ വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ ബി.ജെ.പി. ഡൽഹിയിൽ വസന്തം വിരിയുമെന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി. പഞ്ചാബ് മുഖ്യമന്ത്രിയും തൃണമൂൽ എം.പി. ശത്രുഘ്നൻ സിൻഹയും ആം ആദ്മി പാർട്ടിക്കായി പ്രചാരണ രംഗത്ത്. ആം ആദ്മി പാർട്ടിയുടെ 3 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തുമെന്ന് കൽക്കാജി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയുമായ അൽക്ക ലാംബ ന്യൂസ് 18നോട്. കെജ്രിവാളും മനീഷ് സിസോദിയയും പരാജയപ്പെടും. കൽക്കാജിയിൽ അതിഷിയെ താൻ അട്ടിമറിക്കും. ഡൽഹിയിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്നും അൽക്ക ലാംബ. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടിക്ക് ഇന്നൊരു വയസ്സ്. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തെത്തി വിജയ് പാർട്ടി പതാക ഉയർത്തി. അംബേദ്കർ അടക്കമുള്ളവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു. റെയിൽവേ ശൃംഖല രാജ്യത്തെമ്പാടും വ്യാപിപ്പിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ്. വരും വർഷങ്ങളിൽ 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, 100 അമൃത് ഭാരത് ട്രെയിനുകൾ, 50 നമോ ഭാരത് റാപ്പിഡ് റെയിൽ, 17,500 ജനറൽ നോൺ എ.സി കോച്ചുകൾ എന്നിവ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതിനായി 2,52,000 കോടി രൂപ റെയിൽവേ മന്ത്രാലയത്തിന് വകയിരുത്തി. റെയിൽവേക്ക് നൽകിയ പരിഗണനയ്ക്ക് അശ്വിനി വൈഷ്ണവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും നന്ദി പറഞ്ഞു. ബീഹാർ മുസഫർപൂരിൽ കാർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് 5 മരണം. ബൈക്കുകളുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ രക്ഷിക്കാൻ ശ്രമിച്ച മഹീന്ദ്ര സ്കോർപിയോ കാറാണ് മറിഞ്ഞത്. അപകടത്തിൽ 4 പേർക്ക് ഗുരുതര പരിക്കേറ്റു. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നേപ്പാളി പൌരന്മാരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവർ എല്ലാവരും നേപ്പാളി പൌരന്മാരാണ്. ഉത്തർപ്രദേശ് മുസഫർ നഗറിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. സഹോദരി ഭർത്താവ് പറഞ്ഞു പറ്റിച്ച് കൂടെ കൊണ്ടുപോയ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൂത്ത സഹോദരിയുടെ ഭർത്താവ് ആശിഷിനൊപ്പം മറ്റു 2 പേരും ചേർന്നാണ് കൊല നടത്തിയത്. കൊലയ്ക്ക് ശേഷം തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ മൃതദേഹം കത്തിച്ചു. യുവതിയെ കാണാതായതിനെ തുടർന്ന് ജനുവരി 23-ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ആശിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. യുക്രൈനെ ഒഴിവാക്കിയുള്ള US റഷ്യ ചർച്ചയ്ക്കെതിരെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇത്തരം നീക്കങ്ങൾ അപകടകരമെന്ന് മുന്നറിയിപ്പ്. ഇരു രാജ്യങ്ങൾക്കും ഏത് വിഷയത്തിലും ചർച്ചകളാകാം, എന്നാൽ യുദ്ധ ചർച്ചകളിൽ യുക്രൈനെ അവഗണിക്കരുത്. സെലൻസ്കിയുടെ പ്രതികരണം അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. വെടിനിർത്തൽ ചർച്ചകൾക്ക് റഷ്യയ്ക്ക് താൽപര്യമില്ലെന്നും സെലൻസ്കി. അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് മറുപടിയുമായി കാനഡയും മെക്സിക്കോയും. $106 ബില്യൺ മൂല്യമുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് പ്രഖ്യാപിച്ചാണ് കാനഡയുടെ മറുപടി. അമേരിക്കയുടെ നീക്കങ്ങൾ ചെറുക്കാൻ പ്ലാൻ ബിയുമായി മെക്സിക്കോയും രംഗത്ത്. മെക്സിക്കോയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി താരിഫും താരിഫ് ഇതര നടപടികളും ഉൾപ്പെടുന്ന പ്ലാൻ ബി നടപ്പിലാക്കാൻ സാമ്പത്തിക മന്ത്രിയോട് പറഞ്ഞതായി മെക്സിക്കോയുടെ പ്രസിഡന്റ്.
അമേരിക്കയുടെ താരിഫ് പ്രഖ്യാപനങ്ങളെ ചെറുക്കാൻ ചൈനയും രംഗത്ത്. അമേരിക്കയുടെ നടപടി ലോക വ്യാപാര സംഘടനയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൈന. ഇതിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്നും ചൈനീസ് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതിയാണ് അമേരിക്ക ഏർപ്പെടുത്തിയത്. സൊമാലിയയിലെ IS ഭീകരർക്ക് നേരെ വ്യോമാക്രമണം നടത്താൻ ഉത്തരവിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രദേശവാസികളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ ഭീകരരെ കൊന്നൊടുക്കിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിങ്ങളെ കണ്ടെത്തും, പിന്നെ കൊല്ലുമെന്ന സന്ദേശമാണ് IS ഭീകരർക്ക് നൽകുന്നതെന്ന് ട്രംപ് പറയുന്നു. ബലൂചിസ്ഥാൻ സന്ദർശിച്ച് പാക് പട്ടാള മേധാവി അസിം മുനിർ. സംഘർഷങ്ങളെ തുടർന്ന് 41 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സന്ദർശനം. കൊല്ലപ്പെട്ടവരിൽ 18 സുരക്ഷാ ഭടന്മാരും 23 ഭീകരരും ഉൾപ്പെടുന്നു. ജർമ്മനിയിൽ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വേറിട്ട വഴി തെരഞ്ഞെടുത്ത് വയോധിക. അറിഞ്ഞുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ് 81-കാരിയായ സ്ത്രീ. മകനൊപ്പമുള്ള താമസം ബുദ്ധിമുട്ടായതോടെയാണ് അവർ സ്വസ്ഥമായ ജീവിതത്തിന് ജയിൽ തെരഞ്ഞെടുത്തത്. കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20 മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 150 റൺസിനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. മുഹമ്മദ് ഷമിക്ക് 3 വിക്കറ്റ്. പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നിലനിർത്തി ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത്. 9 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം 11.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. അന്താരാഷ്ട്ര പോരാട്ടങ്ങൾക്ക് പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് വൃദ്ധിമാൻ സാഹ. രഞ്ജി ട്രോഫി പോരാട്ടത്തിൽ പഞ്ചാബിനെതിരെ ബംഗാൾ ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ക്രിക്കറ്റ് കളിക്കാരനെന്ന റോൾ അവസാനിപ്പിക്കുന്നതായി താരം പ്രഖ്യാപിച്ചത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റിൽ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ലേണേഴ്സ് സ്പോർട്സ് സെന്റർ ഓവറോൾ ചാമ്പ്യന്മാരായി. എറണാകുളം മഹാരാജാസ് കോളേജ്, മലപ്പുറം മുണ്ടുപറമ്പ ഗവൺമെന്റ് കോളേജ് എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. തിരുവനന്തപുരത്താണ് മത്സരങ്ങൾ നടന്നത്. ഇടവേള. പ്രബുദ്ധ കേരളം എന്നാണ് മറ്റുള്ളവർ നമ്മൾ മലയാളികളെ വിശേഷിപ്പിക്കാറുള്ളത്. സാക്ഷരതയിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക സാമ്പത്തിക സൂചികയിൽ എല്ലാം നമ്മൾ മലയാളികൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. എന്നാൽ 2025 പിറന്നതിന് ശേഷം കഴിഞ്ഞ ഒരു മാസക്കാലം മലയാളികൾ കണ്ടും കേട്ടും അറിഞ്ഞ വാർത്തകളിൽ അധികവും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ചോര പുരണ്ട വാർത്തകൾ മാത്രമായിരുന്നു. എന്താണ് അതിന് കാരണം? ഒന്ന് തിരിഞ്ഞു നോക്കുക. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന് സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ. തിരുവനന്തപുരത്ത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് സ്വന്തം അമ്മാവൻ ആയിരുന്നു. എറണാകുളത്ത് സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ മരണത്തെ ആഘോഷമാക്കി മാറ്റിയ കൂട്ടുകാർ. ഒരു കാര്യം വ്യക്തമാണ്, പ്രായഭേദം എന്നേ മലയാളികളുടെ മനോനിലയിൽ കാര്യമായ തകരാർ സംഭവിക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ആരാണ് ഉത്തരവാദികൾ? ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടെ മാത്രമേ കേരളത്തിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാദേശിക വാർത്തകൾ. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണന്റെ ഓഡിയോ സംഭാഷണം പുറത്ത്. കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കണമെന്ന് ഓഡിയോയിൽ. പോലീസ് കസ്റ്റഡിയിലുള്ളപ്പോഴാണ് താൻ സന്ദേശം അയക്കുന്നതെന്ന് അനന്തു കൃഷ്ണൻ. അനന്തുവിന്റെ നിർദ്ദേശം കോർഡിനേറ്റർമാർക്ക്.
ഡി സോൺ കലോത്സവത്തിലെ SFI KSU സംഘർഷത്തിൽ ചെർപ്പ് CIക്ക് സസ്പെൻഷൻ. സംഘർഷത്തിന് ശേഷം KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ടതിനാണ് CI പ്രദീപിനെ സസ്പെൻഡ് ചെയ്തത്. തലം CIയെ ഒഴിവാക്കി ചെർപ്പ് CIക്കെതിരെ നടപടിയെടുത്തതിൽ പോലീസുകാർക്കിടയിൽ അമർഷം. ഇടുക്കി പഴയ കൊച്ചറ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിനിടെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പടക്കത്തിന് തീപിടിച്ചു. ചേറ്റുകുഴി ചിറവക്കാട്ട് ജോബിക്ക് ഗുരുതര പരിക്കേറ്റു. ജോബിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ചീമേനിയിൽ മദ്യവിൽപ്പനശാലയ്ക്കെതിരായ നാട്ടുകാരുടെ സമരം. 100 ദിവസം കടന്ന് പ്രതിഷേധം. ചീമേനിയിൽ സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത് ചെറുവത്തൂരിൽ പൂട്ടിച്ച മദ്യവിൽപ്പനശാല. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അടൂർ മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിൽ അടൂർ ദേശപ്പെരുമ പുരസ്കാര സമർപ്പണം നടന്നു. കൃഷിമന്ത്രി P. പ്രസാദ് പുരസ്കാരം വിതരണം ചെയ്തു. ന്യൂസ് 18 അവതാരക ആര്യ ആർ ദേവന് RR മോഹൻ പുരസ്കാരം സമ്മാനിച്ചു. കലാസാരഥി കലാപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. മീഡിയ ക്ലബ് സെക്രട്ടറി ജയൻ B. തെങ്ങമം സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് അൻവർ M. സാദത്ത് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിന് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 93% സ്കോറോടെയാണ് മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടിയെടുത്തത്. കൂടുതൽ ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി. UDF അധികാരത്തിലെത്തിയാൽ ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോര സമര പ്രചരണ യാത്രയിൽ അടിമാലിയിലെ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലൈസ് ചെയ്യാൻ സർക്കാർ ഫീസ് ഈടാക്കാൻ പോവുകയാണ്. അത് UDF അനുവദിക്കില്ല. UDF അധികാരത്തിലെത്തിയാൽ 1 രൂപ പോലും വാങ്ങാതെ പട്ടയഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്ത് നൽകുമെന്നും VD സതീശൻ. പോഷകാഹാരത്തിന്റെ പ്രചാരകരായി ന്യൂട്രീഷൻ ആർമി രൂപീകരിച്ച് വെള്ളായണി കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ. കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗവും നാഷണൽ സർവീസ് ടീമും ചേർന്നാണ് പദ്ധതി. കർമ്മ പരിപാടിയുടെ ഭാഗമായി ശരിയായ ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMG നടത്തുന്ന വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള സൗജന്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. 16 വയസ്സ് കഴിഞ്ഞവർക്ക് വെബ്സൈറ്റ് മുഖേന ഫെബ്രുവരി 14 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കോഴ്സ് ഫെബ്രുവരി 16 ആരംഭിക്കും. അലിഗഡ് മുസ്ലിം സർവകലാശാല മലപ്പുറം സെന്ററിൽ പഞ്ചവത്സര BA LLB കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി ഫെബ്രുവരി 7 വരെ നീട്ടി. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശന പരീക്ഷ എഴുതാം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മാർച്ച് 5 മുതൽ 14 വരെയാണ് ആറ്റുകാൽ ഉത്സവം. മാർച്ച് 13-നാണ് പൊങ്കാല നിവേദ്യം. പൊങ്കാലയുടെ ആദ്യ അവലോകന യോഗം മന്ത്രി V. ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും സ്പീക്ക് ഈസിയുടെയും നേതൃത്വത്തിൽ കലക്ക് എന്ന സാഹിത്യശില്പശാല സംഘടിപ്പിച്ചു. കൊണ്ടോട്ടി EA ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി നടന്നു. എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ PV ഹസീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേഷൻ KM ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വാഹന നികുതി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി മാർച്ച് 31-ന് അവസാനിക്കും. 2020 മാർച്ച് 31 വരെ നികുതി ഒടുക്കിയതിനു ശേഷം നികുതി ഒടുക്കുവാൻ കഴിയാത്ത വാഹന ഉടമകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നിലനിൽക്കുന്ന RT ഓഫീസുകളിൽ കുടിശ്ശിക തീർപ്പാക്കാൻ സൗകര്യമുണ്ട്. കോഴിക്കോട് ഇംഹാൻസിലേക്ക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബാച്ചിലർ ഇൻ ഒക്യുപേഷണൽ തെറാപ്പി. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകൾ ഫെബ്രുവരി 10-ന് വൈകിട്ട് 5-നകം ലഭിക്കണം. എറണാകുളം മഹാരാജാസ് ഓട്ടോണമസ് കോളേജിൽ പരീക്ഷാ കൺട്രോളർ ഓഫീസിൽ താൽക്കാലിക ഒഴിവ്. കരാർ വേതന അടിസ്ഥാനത്തിൽ 179 ദിവസത്തേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 7.
ജില്ലാ ശുചിത്വ മിഷൻ കൊണ്ടോട്ടി നിലമ്പൂർ നഗരസഭകളിലെ ഇന്റേണുകളുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരമാവധി പ്രതിമാസ വേതനം 15,000 രൂപ, 2 മാസ കാലയളവിലേക്കാണ് നിയമനം. കൊണ്ടോട്ടി നിലമ്പൂർ നഗരസഭ പരിധിയിലുള്ളവർക്ക് മുൻഗണന. അപേക്ഷകൾ ഫെബ്രുവരി 5-നകം ലഭിക്കണം. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SPB ONV ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മൃതി സന്ധ്യ സംഘടിപ്പിക്കുന്നു. ഘോഷ് പ്രൊഡക്ഷൻസിന്റെയും മൻഹാർ സിനിമാസിന്റെയും സഹകരണത്തോടെയുള്ള പരിപാടിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ഫെബ്രുവരി 18-ന്. P. ജയചന്ദ്രൻ സ്മൃതി ഗാനാർച്ചനയും പുരസ്കാര സമർപ്പണവും നടക്കും. സമാപനം തിരുവനന്തപുരത്ത് ഈ മാസം 26-ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും കല്യാണ മാമാങ്കം. ഇന്ന് 215 വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടന്നത്. പുലർച്ചെ 5 മണി മുതൽ വിവാഹം ആരംഭിച്ചു. ഉച്ചയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി. സിനിമാ വാർത്തകൾ. അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രൊമാൻസ് ഈ മാസം 14-ന് റിലീസ് ചെയ്യും. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ, ബിനു പപ്പു, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നു. ജോ ആൻഡ് ജോ, 18+ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ്. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. അന്തർദേശീയ അംഗീകാരങ്ങൾ നേടി കലാ സ്റ്റാൻഡേർഡ് 5B എന്ന ചലച്ചിത്രം ഹിന്ദിയിലും മലയാളത്തിലുമായി നിർമ്മിച്ചിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്ത് ലിജു മിത്രൻ മാത്യു. ഇന്റർനാഷണൽ ഇൻഡിപെൻഡൻസ് ഫിലിം ഫെസ്റ്റിവൽ പാകിസ്ഥാൻ, അഹമ്മദാബാദ് ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ മേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ടോം ജേക്കബ്, ഏഞ്ചലോ ക്രിസ്ത്യാനോ, നിമിഷ നായർ തുടങ്ങിയവർ. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേബിയിലെ ആദ്യ വീഡിയോ ഗാനം പുറത്തിറങ്ങി. ഫെബ്രുവരി 21-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നിഖില വിമലാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ആന്റണി വർഗീസ് നായകനാകുന്ന ദാവൂദിലെ പുതിയ ഗാനം പുറത്തെത്തി. ഗോവിന്ദ് വിഷ്ണു ആണ് ചിത്രത്തിലെ സംവിധാനം. ചിത്രത്തിൽ നായികയായി ലിജോ മോൾ ജോസ് എത്തുന്നു. മമ്മൂട്ടി നായകനായി പുതിയ ചിത്രവുമായി നിതീഷ് സഹദേവ്. ഗ്യാങ്സ്റ്റർ ചിത്രമായിരിക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. തിരുവനന്തപുരം സ്ലാങ് പരീക്ഷിക്കുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരിക്കും ഇത്. ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ OTT-യിലേക്ക്. ഫെബ്രുവരി 14-ന് സോണി ലൈവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും മാർക്കോ സോണി ലൈവിൽ കാണാനാകും. വടക്കൻ വീരഗാഥയുടെ 4K പതിപ്പ് പ്രദർശനത്തിന് തയ്യാറായി. റീ റിലീസിന് മുന്നോടിയായുള്ള പ്രിവ്യൂ ചെന്നൈയിൽ നടന്നു. ചിത്രത്തിന്റെ റീമാസ്റ്റേർഡ് റീ എഡിറ്റിംഗ് പതിപ്പാകും പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. ഈ മാസം 7-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. അജിത്തിനൊപ്പം പുതിയ തമിഴ് സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയും. അജിത്തിനെ നായകനാക്കി അദിക് രവിചന്ദ്ര സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് അഗ്ലിയിലാണ് ഷൈൻ ടോം ചാക്കോയും എത്തുന്നത്. ചിത്രത്തിൽ തൃഷയാണ് നായിക. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിൽ ഷൈൻ ജോയിൻ ചെയ്തു. സെയ്ഫിന്റെ മകന്റെ നായികയായി ശ്രീദേവിയുടെ മകൾ ഖുഷി കപൂർ. സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം കൂടിയാണ് നദാനിയൻ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.